നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രൈസ്റ്റ് കോളേജിലെ മുൻ അധ്യാപകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന CJ ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണവും അധ്യാപക സംഗമവും സംഘടിപ്പിക്കുന്നു. അധ്യാപക സംഘടനകളായ KSTA-യുടെയും AKPCTA-യുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണവും അധ്യാപക സംഗമവും ജനുവരി 24-ന് ശനിയാഴ്ച വൈകിട്ട് 4-ന് ഇരിങ്ങാലക്കുട SN ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, സെക്രട്ടറി ഡോക്ടർ സോണി ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കേരള സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ AG ഒലീന CJS അനുസ്മരണ പ്രഭാഷണം നടത്തും. പ്രശസ്ത അധ്യാപകനും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന TV മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും. ഗവേഷണ വികസന കേന്ദ്രം നിർവാഹക സമിതി അംഗങ്ങളായ VN കൃഷ്ണൻകുട്ടി, ഡോക്ടർ കേസരി മേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട CJ ശിവശങ്കരൻ മാഷെ, പ്രൊഫസർ CJSനെ നിങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടക്കാർക്ക് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മികച്ച അധ്യാപകൻ, രസതന്ത്ര വിഭാഗം പ്രൊഫസർ, അതുപോലെ തന്നെ EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, അതുപോലെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം IRTC മുണ്ടൂരിൻ്റെ ഡയറക്ടർ, അതിൻ്റെ രജിസ്ട്രാർ കൂടിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് 5ാം ചരമദിനം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മൾ ആ സ്മരണിക നമ്മൾ ഇന്നിവിടെ പുതുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമ്മൾ SN ക്ലബ് ഹാളിൽ വെച്ച് 24-ാം തീയതി നമ്മളൊരു അധ്യാപക സംഗമവും CJS അനുസ്മരണവും നമ്മൾ നടത്തുന്നു. 4 മണിക്കാണ് നമ്മുടെ സമയം വെച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം കഴിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു ടീച്ചറാണ്. അതുപോലെ തന്നെ അതിൽ അനുസ്മരണം നടത്തുന്നത് ഡോക്ടർ AG ഒലീന ടീച്ചറാണ്. അവർ നമ്മുടെ AKPCTA-യുടെ മുൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ കൂടിയാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ നമുക്ക് ഒരു മുഖ്യാതിഥിയായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് സംസാരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട മദനമോഹനൻ സാറാണ്. മുൻ DD ആയിട്ട് റിട്ടയർ ചെയ്ത മികച്ച അധ്യാപനം കൂടിയായിട്ടുള്ള 3 പേരാണ്. KSTA-യുടെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നമ്മൾ സംസാരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കൊമേഴ്സ് സ്വാശ്രയ വിഭാഗം ഒരുക്കിയ ഓണ മെഗാ സദ്യ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഒരു വലിയ വാഴയിലയിൽ 325 വിഭവങ്ങളുമായി ഒരുക്കിയ സദ്യയ്ക്കാണ് അംഗീകാരം. വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും സംയുക്തമായിട്ടാണ് സദ്യയുടെ വിഭവങ്ങൾ ഒരുക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടറും COA-യുമായ VP നന്ദകുമാർ, സ്വാശ്രയ കൊമേഴ്സ് വിഭാഗം അധ്യക്ഷൻ പ്രൊഫസർ KJ ജോസഫിന് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാശ്രയ വിഭാഗം ഡയറക്ടർ ഫാദർ വിൽസൺ തറയിൽ, കോർഡിനേറ്റർ ഡോക്ടർ T വിവേകാനന്ദൻ, പ്രോഗ്രാം കോർഡിനേറ്റർ CG CL, ലിൻഡ മേരി സൈമൺ എന്നിവർ പ്രസംഗിച്ചു. ഹൈദരാബാദിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ ജോലിയച്ഛൻ നേരെ പോയത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ നിന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവാർഡുകൾ എന്ന് വിദ്യാലയത്തിൽ കോളേജിൽ തുടങ്ങിയോ അന്ന് മുതൽ അവാർഡുകളുടെ ഒരു പരമ്പര തന്നെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്റ്റ് കോളേജ് നമ്മുടെയൊക്കെ എൽമാ മാറ്ററാണ്. എൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ നറിഷിംഗ് മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെയൊക്കെ നറിഷിംഗ് മദർ. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ സയൻസിനും ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ഒക്കെ കിട്ടാതെ വരുമ്പോഴാണ്
ബികോമിന് കുട്ടികൾക്ക് ഇന്ന് സാധാരണ ഏറ്റവും പ്രിപ്പയർഡ് എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു. ഏറ്റവും പ്രിപ്പയർഡ് എന്ന് മാറിയിരിക്കുന്നു. കാരണം അവസരങ്ങൾക്ക് ഒരു വാതിൽ തുറക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഫെഡറൽ ബാങ്കുമായി സഹകരിച്ചു സംഘടിപ്പിച്ച ഫിറ്റ് ഫോർ ലൈഫ് സീസൺ 2 പരിപാടിയുടെ ഭാഗമായി നടന്ന വനിതാ മിനി മാരത്തോൺ ആരോഗ്യത്തിന്റെയും ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെയും പ്രഖ്യാപനമായി മാറി. 2000-ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത മാരത്തോൺ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ഇരിങ്ങാലക്കുട റീജിയണൽ ഹെഡ് CS വിനയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ, കോളേജ് ഓഫീസ് സൂപ്രണ്ട് ജ്യോതി AJ, ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മേധാവി ജൂഡി ജോണി എന്നിവർ ആശംസകൾ നേർന്നു. കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ സ്വാഗതവും തുഷാര ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. ആരോഗ്യപൂർണമായൊരു ജീവിതശൈലി ഇതൊരു ആഘോഷമാക്കുകയാണ് ഈ ഒരു മാരത്തോണിലൂടെ. വെറുമൊരു മെഡലിനോ അതുപോലെ തന്നെ ഒരു സമയത്ത് വേണ്ടി മാത്രം കാണാതെ നമ്മുടെ ഇച്ഛാശക്തി, അതുപോലെ തന്നെ നമ്മളെ സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കഴിവ്, ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ശക്തി, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു മാരത്തോൺ ഓടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സെന്റ് ജോസഫ് കോളേജ് ഓട്ടോമണിക്സ് സെക്കൻഡ് ഫിറ്റ് ഫോർ ലൈഫ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. You be turning it up when you're eating up the place. You be burning it up. It's plenty away. My ground is empty away. The band that fire is unbreakable for the long time. It's not temporary. So hands up if you love family. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ആനന്ദപുരം കരിമ്പാടം പാടശേഖരത്തിൽ സൂക്ഷ്മ മൂലക വളമായ സമ്പൂർണ്ണ നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KU വിജയൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, ജോൺസൺ, ഷീജ മോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു. മുരിയാട് കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു B രാജ് പദ്ധതി വിശദീകരിച്ചു. കരിമ്പാടം പാടശേഖരത്തിലെ 130 ഏക്കറോളം സ്ഥലത്താണ് സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണ്ണ സ്പ്രേ ചെയ്യുന്നത്. മുകുന്ദപുരം ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ഡ്രോൺ സ്പ്രേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യമാണ് മുരിയാട്ടത്തെ കർഷകർ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്താൻ വേണ്ടി പോകുന്നത്.
അല്ലേ? മൂന്നാമത്തെ പ്രാവശ്യമല്ലേ? ഒരു പ്രാവശ്യം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മൾ ഡ്രോൺ പ്രയോഗം നടത്തി ഡെമോ നടത്തിപ്പോയി. അതിനു മുമ്പ് പൊതുമ്പച്ചിറ പാടശേഖരത്തില് നമ്മള് വളം പ്രയോഗം നടത്തി. 2 പ്രാവശ്യം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി നമ്മളവിടെ പൊതുമ്പച്ചിറ പാടശേഖരത്തിൽ. അപ്പോ വീണ്ടും നമ്മൾ ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപിക സീനിയർ സബ് എഡിറ്റർ സെബി മാളിയേക്കലിന് സമ്മാനിച്ചു. കൊല്ലം ആശ്രമം മൈതാനിയിൽ നടന്ന ക്ഷീരസംഗമമായ പടവ് 2026 ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരം നൽകിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അധ്യക്ഷത വഹിച്ചു. മാധ്യമ അവാർഡ് വിതരണമാണ്. മികച്ച പത്ര റിപ്പോർട്ട് സെബി മാളിയേക്കൽ, ദീപിക ദിനപത്രം, മാളിയേക്കൽ ഹൌസ്, അവിട്ടത്തൂർ, തൃശൂർ ജില്ല. മികച്ച പത്ര ഫീച്ചർ ആർ സാമ്പൻ, ബ്യൂറോ ചീഫ്, ജനയുഗം. മികച്ച പത്ര ഫീച്ചർ പ്രത്യേക പരാമർശം സിജോ പൈനാടത്ത്, ബ്യൂറോ ചീഫ്, ദീപിക, കൊച്ചി. മാടായിക്കോണം കാരക്കട കറപ്പൻ ഭാര്യ അമ്മണി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. സുബ്രഹ്മണ്യൻ, ദാമോദരൻ, തങ്കമണി, ഗിരിജ, സുഭദ്ര എന്നിവർ മക്കളും അംബിക, ഗീത, കേശവൻ, അംബുജാക്ഷൻ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.